നമ്മളിൽ സാധാരണയായിട്ട് കണ്ടുവരുന്ന 5 ഹാബിറ്റ് മിസ്റ്റേക്കുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ 3ഓ അതിൽ കൂടുതലോ മിസ്റ്റേക്കുകൾ നിങ്ങളിൽ കാണുകയാണെങ്കിൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ഇത് നിങ്ങളുടെ ജീവിതത്തിന്റെ പുരോഗതിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് തിരിച്ചറിയേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. മിസ്റ്റേക്ക് നമ്പർ 1, ഒരുപാട് ശീലങ്ങൾ ഒരുമിച്ച് ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുന്നത്. പലപ്പോഴും മോട്ടിവേഷന്റെ പുറത്താണ് നമ്മളിങ്ങനെ ചെയ്യാറുള്ളത്. മിസ്റ്റേക്ക് നമ്പർ 2, പ്രോപ്പറായിട്ടുള്ള ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു സപ്പോർട്ടീവ് ഗ്രൂപ്പ് പുതിയ ഒരു ഹാബിറ്റ് ഫോർമേഷന് വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. നമ്മൾ വെറും മോട്ടിവേഷൻ്റെ ബേസിക്കിൽ മാത്രം ഒരു ഹാബിറ്റ് ഫോർമേഷന് ശ്രമിക്കുകയാണെങ്കിൽ അത് ഫെയിൽ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മിസ്റ്റേക്ക് നമ്പർ 3, ഒരു ഹാബിറ്റ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് 21 ദിവസം മാത്രം മതി എന്നുള്ള ഒരു തെറ്റായ ധാരണ നമുക്കിടയിലുണ്ട്. ആക്ച്വലി സയൻസ് പറയുന്നത് ഒരു ഹാബിറ്റ് ഫോർമേഷന് ആവറേജ് 66 ദിവസങ്ങളെങ്കിലും നമ്മൾ കണ്ടിന്യൂസ് ചെയ്യണം എന്നുള്ളതാണ്. നമ്മൾ 21 ഡേയ്സ് എന്നുള്ള ഒരു ധാരണയിൽ പോവുകയാണെങ്കിൽ നമ്മൾ ആ ഒരു ഹാബിറ്റ് ഫോർമേഷനിൽ ഫെയിൽ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മിസ്റ്റേക്ക് നമ്പർ 4, ഹാബിറ്റ് ഫോർമേഷനിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണിത്. ഇവിടെ നമുക്ക് എന്താണ് വേണ്ടത് എന്നതിന് ഫോക്കസ് ചെയ്യുന്നതിന് പകരം നമുക്ക് ആരാണ് ആവേണ്ടത് എന്നതിൽ ഫോക്കസ് ചെയ്യുക. ഉദാഹരണം നോക്കുകയാണെങ്കിൽ, എനിക്ക് 10 കിലോ വെയിറ്റ് കുറക്കണം എന്ന് നമ്മൾ പറയുന്നതിന് പകരം എനിക്ക് സ്ഥിരമായിട്ട് വർക്കൗട്ട് ചെയ്യുന്ന ഒരു വ്യക്തി ആവുക എന്നതിൽ ഫോക്കസ് ചെയ്യുക. ഇവിടെ നമ്മൾ എന്താണ് വേണ്ടത് എന്നതിന് പകരം ആരാണ് ആവേണ്ടത് എന്നതിലാണ് ഫോക്കസ് ചെയ്യുന്നത്. മിസ്റ്റേക്ക് നമ്പർ 5, ഹാബിറ്റ് ഫോർമേഷൻ്റെ രണ്ടാമത്തെ സ്റ്റേജിൽ നമ്മളിൽ കുറച്ച് വാർണിംഗ് സിഗ്നലുകൾ കാണാൻ സാധിക്കാറുണ്ട്. ഈ വാർണിംഗ് സിഗ്നലുകൾ നമ്മൾ അവോയ്ഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ ഒരു ഹാബിറ്റ് ഡിസ്കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതും ഹാബിറ്റ് ഫോർമേഷനിൽ നമ്മൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ്. ഒരു കാര്യം മനസ്സിലാക്കുക, ഹാബിറ്റ് ഫോർമേഷൻ ഒരിക്കലും നമ്മുടെ മോട്ടിവേഷനോ അല്ലെങ്കിൽ വിൽ പവറോ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കേണ്ട ഒരു കാര്യമല്ല. നമ്മുടെ ബ്രെയിൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് അതിന് യോജിച്ച ഒരു സിസ്റ്റം ഉണ്ടാക്കുകയാണ് ഏറ്റവും നല്ല ഒരു വഴി. വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള 5 ഹാബിറ്റ് മിസ്റ്റേക്കുകളിൽ നിങ്ങളിൽ എത്ര മിസ്റ്റേക്കുകൾ നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്? കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക് യു.